ഞാൻ ചെന്നൈക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ഒരു വയസ്സായ ഒരു സ്ത്രീ, ഒരു പ്രായമുള്ള സ്ത്രീ, അവർക്കൊരു 75-80 വയസ്സോളം പ്രായമുണ്ട്. ഷീസ് പ്രിറ്റി ഓൾഡ്. അപ്പോൾ അവർ, ഞാൻ ഒരു മറ്റേ അവിടുത്തെ കോഫി ഷോപ്പിൽ, മറ്റേ എയർപോർട്ടിലുള്ളൊരു കോഫി ഷോപ്പിൽ തിരിഞ്ഞ് നിന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ വന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ മോനെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇരുന്നോന്ന് പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഡൽഹിക്ക് മകനെ കാണാൻ വേണ്ടി പോകാൻ. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണാറുണ്ടെന്ന് പറയുന്നത് നമുക്കറിയാം, സിനിമയൊന്നും അവർ അടുത്ത കാലത്ത് തിയേറ്ററിലൊന്നും പോയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സിനിമ കണ്ടിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ എൻ്റെ ഇൻ്റർവ്യൂ ഈ പ്രത്യേകിച്ച് 75+ ഒരാൾ ഇരുന്ന് കാണുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു വർഷം മുന്നേ ഹസ്ബൻഡ് മരിച്ചു, മകൻ്റെ അടുത്ത് പോയി നിൽക്കാനൊന്നും അധികം ഇഷ്ടമില്ല. ഞാൻ വീട്ടിൽ, നമ്മുടെ നാടൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടം, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. എത്രയോ വർഷത്തെ പ്രണയമൊക്കെ ആയിരുന്നു. ഇവരിങ്ങനെ കഥ പറഞ്ഞു. അപ്പം ഭർത്താവ് മരിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ എന്ത് ചെയ്യണം, എന്താ ഭയങ്കര ഒറ്റപ്പെടൽ, ഒരു ലോൺലിനെസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഒരു ദിവസം രാത്രി ഉറക്കമില്ലാതെ 12 മണിക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ ജോലിക്കാരി എന്തോ കണ്ടിട്ട് അവൾ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു. ഇവളെ രാത്രി കാലങ്ങളിൽ ഇവൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ മോളെ ഇത് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീനിവാസൻ ഒരു മോനുണ്ട്. അപ്പോൾ ഇവർക്ക് ശ്രീനിവാസനെ അറിയാം. ഓക്കെ, അച്ഛനെ അറിയാം. അപ്പോൾ അച്ഛൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ഒരു മോൻ